കണ്ണുണ്ടാക്കി സംഗീത അതിന്റെ എന്നുള്ള ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ആണ് കാണിക്കുന്നത്. ഇതാണ് എൻ്റെ കോളേജ്. സംഭവം ചെറുതാണ്, പക്ഷെ ഇവിടെ കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ആർട്ടുമായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവരും കണക്ഷൻ ഉള്ളവരൊക്കെ എൻ്റെ കോളേജിൽ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് കോളേജിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാം. കമോൺ. ഇതാണ് ഞങ്ങളെ ക്ലാസ്. നേരെ ഞങ്ങളെ ക്ലാസ്സിലേക്കാണ്. ഞങ്ങൾ ജൂനിയേഴ്സ് മേലെയാണ്, ഓഫീസ് അതേപോലെ അതിൻ്റെ അപ്പുറത്ത്. ക്ലാസ്സിൽ ഇപ്പോൾ ഞങ്ങൾ സീനിയേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കഴിഞ്ഞു പോയ ബാച്ചും എല്ലാവരും ഉണ്ട്. ഈ നാഷണൽ ഫൈൻ ആർട്സ് കോളേജിൻ്റെ വക ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലപ്പുറത്തുള്ള കോട്ടക്കുന്നിൽ വെച്ചാണ്. അതിനൊരു സ്പെഷ്യൽ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അതിൻ്റെ ഒരു മീറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ട് എല്ലാവരും വന്ന്, ഞങ്ങൾ സീനിയേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ പ്രിപ്പറേഷൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ വരൂ ഗൈസ്. ഇന്ന് ഞങ്ങൾ എല്ലാവരും ഓരോരുത്തർ അവനവൻ്റെ വർക്കൊക്കെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ബിഹൈൻഡ് ദ സീൻസ് ആണ് കേട്ടോ കാണിക്കുന്നത്. സീനിയേഴ്സ് ആണ്. അപ്പോൾ വരും. അപ്പൊ ഗൈസ്, ഇതാണ് എന്റെ ക്ലാസ്. കാണാൻ കുറച്ച് നീറ്റ് അല്ലെങ്കിലും ആർട്ടിസ്റ്റുകളുള്ളടത്തൊക്കെ ഇങ്ങനെയാണല്ലോ. അപ്പൊ ഞങ്ങൾ ആർട്ട് വർക്കാണ്. അപ്പൊ ഇന്ന് ഇവിടെ സംഭവിച്ചത് വൈകുന്നേരം ആയിട്ടോ. വോയിസ് ക്ലിയർ ആണോ നമുക്ക് അറിയില്ല. വൈകുന്നേരം ഈവനിങ് ആയി. നല്ല മഴക്കാറുണ്ട്. അങ്ങനെ ഇതുവരെ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യാം. ദിസ് സ്കെച്ച് കേട്ടോ. അപ്പം രാവിലെ തന്നെ നമ്മൾ ക്ലാസ് ചെല്ലുമ്പോഴുള്ള കാഴ്ചയാണ്ടത്. മാനേജർ അവിടെ ഇരുന്ന് ഓരോരുത്തരെ ക്യാൻവാസ് കൊടുത്തുകൊണ്ട് അയിമത്തെ ആണി അയച്ച് ക്യാൻവാസ് ഷീറ്റ് തിരിച്ച് വെച്ച് സ്റ്റാപ്പിൾ ചെയ്ത് തരാണ് കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചൊരു ക്യാൻവാസിൻ്റെ റോള് വാങ്ങിയിട്ട് അതൊരു ആശാരിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മൂപ്പരത് തിരിച്ചാണ്, ഷീറ്റ് തിരിച്ച് വെച്ചിട്ടാണ് ആണി അടിച്ചത് കേട്ടോ. അപ്പോൾ ഓരോരുത്തരും എല്ലാവരും ഒരുമിച്ചാണ് ഞങ്ങൾ അയച്ചുപണി നടത്തുന്നത്. ആണിയൊക്കെ എടുത്ത് തിരിച്ച് വെച്ചിട്ട് സ്റ്റാപ്പിൾ ചെയ്ത് അടിക്കുകയാണ് കേട്ടോ. സീനിയേഴ്സൊക്കെ അന്ന് പോയിട്ട് ഇപ്പം ഇന്ന് വരികയാണ് കേട്ടോ. എല്ലാവരും എക്സിബിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. നാജിയാൻ്റെ വക പിന്നെ എല്ലാവരും ബർത്ത്ഡേക്ക് എന്തെങ്കിലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടാവാതിരിക്കുമല്ലോ കേട്ടോ. അപ്പോൾ അഖിൻ്റെ ബർത്ത്ഡേ 2 ദിവസം മുന്നേ കഴിഞ്ഞിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ഓൾക്കൊരു സർപ്രൈസ് പാർട്ടി കൊടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണണം. അപ്പോൾ അഖിക്ക് നമ്മളെ നാജിയ കൊടുത്തത് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലാണ് കേട്ടോ. അവൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങളെല്ലാവരും അത് പിന്നെ സ്മെല്ല് ചെയ്യാൻ തിരക്കൂടേനു കേട്ടോ. അതേപോലെ തന്നെ സെഫൻ ട്രിപ്പ് പോയി വന്ന ട്രീറ്റാണ് കേട്ടത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഓന അവിടുന്ന് വാങ്ങിച്ച ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ഒക്കെ കൊടുന്നു. ഒരു ബ്രൗണി ഉണ്ട്. നമുക്കിത് 2-3 എടുത്തു. ടേസ്റ്റ് ഉണ്ടാക്കണം. എല്ലാ ക്ലാസ്സിലും ഇതേപോലത്തെ 2 ആളുണ്ടാവില്ലേ? ഞങ്ങളെ ക്ലാസ്സിൽ ഇവർ 2 പേരുമാണ് കേട്ടോ മോസ്റ്റ് എൻ്റർടൈനിങ് സ്റ്റുഡൻസ്. അങ്ങനെ എക്സിബിഷൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ മിസ്സ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടോ. കുറേ പേരൊന്നും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ മിസ്സ് കുറച്ച് കലിപ്പിലെങ്കിലും അങ്ങനെ എക്സിബിഷൻ്റെ പ്ലാനിങ്ങും ഡിസ്കസിങ്ങും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ച് കഴിക്കുകയാണ് കേട്ടോ. ക്ലാസ്സിലെല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ലഞ്ച് കഴിക്കുമ്പോൾ അതൊരു വേറൊരു വൈബാണ് കേട്ടോ. ശരിക്ക് കോളേജ് കഴിഞ്ഞ ടൈമിൽ കരുതി ഇനി നമുക്ക് ഈ ഒരു ലൈഫ് കിട്ടൂലെന്ന്. എന്തോ ഒരു ഭാഗ്യത്തിന് ഞാൻ ഫൈൻ ആർട്സിന് ജോയിൻ ചെയ്ത്
അപ്പോൾ ഇവിടെ ശരിക്കും സ്കൂളത്തെ പോലെ നമ്മളെ പണ്ട് സ്കൂളിൽ നിന്നൊക്കെ കഴിച്ച അതേ ഒരു വൈബാണ്ടോ. ഓരോരുത്തർ ഓരോ ഫുഡ് കൊണ്ടുവരും. തക്കാളി എൻ്റെ തക്കാളി കിട്ടുന്നില്ലല്ലോ. ഇവിടെ തക്കാളി ഉണ്ടെങ്കിൽ കിട്ടോ. ബീറ്റ്റൂട്ട് എനിക്ക് ബീറ്റ്റൂട്ട് അതിൻ്റെ എന്നുള്ള ഇന്ന് എനിക്ക് ചപ്പാത്തി വെണ്ടക്ക തോരനേ ഉണ്ടോ. സംഭവം രണ്ട് കോമ്പിനേഷൻ ഇല്ലെങ്കിലും എനിക്കതാണ് ഇഷ്ടം. റൈസിൻ്റെ എല്ലാവരും ചപ്പാത്തി പത്തിരി അതൊക്കെ ഉണ്ടോ രസം. പിന്നെ അതേപോലെ എല്ലാവരും പ്ലേറ്റൊന്നും കൈയിട്ട് വാരി കുറേ കൂട്ടാനൊക്കെ സദ്യൻ്റെയിലേറെ അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ്. അപ്പം നമ്മൾ പഴയ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ അതേ ഒരു ഈ ടൈമിൽ ശരിക്കും ഒരു മത്സരം തന്നെ കേട്ടോ. ഓരോരുത്തർ ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ അതിന് കൈയിട്ട് വാരി നമ്മൾ മാക്സിമം കൂട്ടെടുക്കാനും അതുമാതിരി ചിക്കനും ബീഫൊക്കെ ആരെയും കൊടുന്ന അതൊക്കെ എടുക്കാൻ ഭയങ്കര പൊരിഞ്ഞ പോരാട്ടം എന്നൊക്കെ പറയില്ല, അങ്ങനെയാണ്. ഇത് പിന്നെ എൻ്റെ ഫേവറേറ്റ് തെഞ്ചിൻ്റെ പൊട്ടാറ്റോ ഫ്രൈയിൽ ഡെയിലി ഉണ്ടാവണം കേട്ടോ വെളുത്തുള്ളി. അപ്പോൾ അത് നുള്ളി പൊറുക്കി കഴിക്കും ഞാൻ. അതുപോലെ മിസ്സ് ഞങ്ങളെ കൂടെ ഒരു മിസ്സിന് നല്ല കാര്യമാട്ടോ. ഞങ്ങളെ കൂടെ തന്നെ ഫുഡ് കഴിക്കാതിരിക്കലും എല്ലാം. ഓരോ ഇയറിലും ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത ഫൈനൽ അസസ്മെൻ്റ് ആണ് കേട്ടോ. ഓഫീസ് റൂമിൽ ക്ലീൻ ആക്കിൻ്റെ ഇടയിൽ മിസ്സ് ഓരോരുത്തരുടെ വർക്ക് ഓരോരുത്തർ വീട്ടിൽ കൊണ്ടുപോയിക്കളി ഇവിടെ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് തന്നാണ്ടോ. അപ്പോൾ പണ്ട് ഫസ്റ്റ് ഇയറിന്ന് ചെയ്ത വർക്കൊക്കെയാണിത്. ഇപ്പോൾ ഞങ്ങൾക്ക് വാട്ടർ കളറും ആനിമേഷൻ അതേപോലെ ഡിജിറ്റൽ പെയിൻറ്റിങ് അതൊക്കെ ഉണ്ടോ. അപ്പോൾ പണ്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത വർക്കുകളാണിത്. ഇതൊരു ലൈവ് സ്കെച്ചാട്ടോ. നമ്മളെ കച്ചേരിപ്പടി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ഇരുന്ന് ഞങ്ങൾ ലൈവായിട്ടിരുന്ന് വരച്ച ഒരു വർക്കാണ്. നമ്മൾ മഞ്ചേരി ബോയ്സ് സ്കൂളൊക്കെയാണ് ഇതിൽ വരച്ചത്. പിന്നെ അതേപോലെ ആ ബെൻഡിലുള്ളൊരു വലിയ ചീനിമരമൊക്കെ ഉണ്ട്. ഇത് അതേപോലെ ലൈവ് സ്റ്റഡി ലൈവായിട്ട് വരച്ച തന്നെ ഇതിനായിട്ട് നമ്മളൊരു മോഡലിനെ ഇവിടെ കൊടുന്നിരുത്തു. ഈ കാക്കാനെയാണ് കേട്ടോ നമ്മൾ കൊടുന്നിരുത്തിയത്. ഇത് കുറച്ച് വയസ്സായ ഒരാളാണ്. നമുക്ക് എക്സാമിന് വയസ്സായ ആൾക്കാരാണ് കേട്ടോ ലൈവ് സ്റ്റഡി ആയിട്ട് വരക്കാൻ തരിക. അപ്പം അന്ന് ഞങ്ങൾ അങ്ങനെ ഒരു മോഡലിനെ കൊടുന്നിരുത്തിയതാണ്. വൈകുന്നേരം വരെ നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്ത് അവിടെ ശരിക്കും ഇരുന്ന് തരും. ഫസ്റ്റ് ഇയറിൽ കംപ്ലീറ്റ് ആക്കിയ ഓരോ വർക്കുകളാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് ഇതിന് മോഡൽ നമുക്ക് ഫ്രണ്ടിൽ വെച്ച് തരും. നമുക്ക് ഫോണിൽ നോക്കില്ല, അതേപോലെ കോപ്പി ചെയ്യില്ല, അതൊന്നും അലോഡല്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനത്തെ ഓരോ വർക്ക്. ഇത് നമ്മളെ നമ്പൂതിരി മരിച്ച അന്ന് ഒരു ആദരാഞ്ജലിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്തതാണ് എല്ലാവരും. മറ്റേ കോവിലകം ആദ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞ വർക്കൊക്കെ നമ്മൾ പിന്നെ കുറേ കഴിഞ്ഞ് കാണുമ്പോൾ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നൊക്കെ മനസ്സിലാവും കേട്ടോ. ആണോ? ഇത് ഹരി ലൈവ് സ്കെച്ച്, ഇത് തെൻസി ലൈവ് സ്കെച്ച്. ഇത് പിന്നെ പണ്ട് ഷഹാന ലൈഫ് സ്റ്റഡിക്ക് ചെയ്തതാണ് കേട്ടോ. അങ്ങനെ കുറേ ഇതൊക്കെ ക്ലാസ്സിൽ നിന്ന് പണ്ട് ചെയ്തത്. അത് ഇന്ത്യൻ ഇങ്ക് വെച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ക്രിയേറ്റീവായിട്ട് ചെയ്തത്. ഇത് പേരൻ്റ് ഇല്ല, അതൊക്കെ വെരി ഫസ്റ്റ് ആയിട്ട് ചെയ്തതാണ്. കുറേ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ അറിയണ പോലെ അതൊക്കെ ഇഗ്നോർ ചെയ്യുക. അങ്ങനെ കുറേ സ്ഥലത്ത് പോയിരുന്ന് ഞങ്ങൾ ലൈഫ് സ്റ്റഡി ഒക്കെ ചെയ്യും. ഇത് നമ്മളെ കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ദേവീ നിലയം പറഞ്ഞൊരു ഒരു വീടുണ്ടായിരുന്നു. അത് പിന്നെ അതേപോലെ ഇത് അനാട്ടമി സ്റ്റഡി, പിന്നെ വാട്ടർ കളർ, അങ്ങനെ കുറേ ഇതൊക്കെ നമ്മൾക്ക് മിസ്സ് മോഡൽ തരുന്നതാണ്. നമ്മൾ ക്ലാസ്സിൽ വന്ന് ഫസ്റ്റായിട്ട് ചെയ്ത വർക്ക് കേട്ടോ. പിന്നെ ഇതെല്ലാം കൂടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വല്ല ആവശ്യമൊന്നും ഇല്ല, എന്നാലും നമുക്ക് കുറേ കാലം കഴിഞ്ഞ് കാണാമല്ലോ. ഇതൊക്കെ നമ്മൾ പണ്ട് ചെയ്തതാണ്. നമ്മളിപ്പോൾ എത്രത്തോളം ഇമ്പ്രൂവ് ആയി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് ഇതെല്ലാം കൂടി ചുരുട്ടി കൂട്ടി കൊണ്ടുപോവാണ് കേട്ടോ വീട്ടിലേക്ക്. വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ ആർട്ടിനോട്. ഞാൻ എന്തെങ്കിലും വരച്ചാൽ തന്നെ എല്ലാവരും നല്ലോണം അപ്രീസിയേറ്റ് ചെയ്യലുണ്ട്. അതേപോലെ തന്നെ ബികോം കഴിഞ്ഞിട്ട് PG ചെയ്യണില്ലേ, PG ചെയ്തോ, അങ്ങനെയൊന്നും ആരും എന്നെ ഫോഴ്സ് ചെയ്തില്ല. എന്താണ് ഇൻട്രസ്റ്റ് അത് ചെയ്യുക, നമ്മളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ കേട്ടോ. അനുവിനും തന്നെ ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ എന്തിലാണോ നമുക്ക് കഴിവ് അത് ഡെവലപ്പ് ചെയ്ത് അത് നമ്മൾ മാക്സിമം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് കേട്ടോ എല്ലാവരും പറയൽ. അങ്ങനെ വർക്കൊക്കെ സെറ്റാക്കി ഓൾ ഡൺ. നൈസ്. എനിക്ക് ഈ 2 വർക്ക് മാത്രമേ ഉള്ളൂ. ഇതാണോ വെക്കണേ? ഇത് 2 വെക്കണേ? 2 വർക്ക്. എന്റെ 3 എന്തോ ഒരു കിളി.
അങ്ങനെ ഓരോരുത്തർ അവനവൻ ചെയ്ത വർക്കുകളൊക്കെ ഇങ്ങനെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ നോക്കുകയുണ്ടോ, പണ്ട് ചെയ്തതൊക്കെ ഇങ്ങനെ നോക്കി നോക്കുക. അത് അഗിൻ്റെ വർക്കാട്ടോ. അഗി നല്ല റിയലിസ്റ്റിക് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാണ് കേട്ടോ അഗിൻ്റെ വർക്കൊക്കെ കാണാൻ. നിങ്ങൾ കാണണം ഗൈസ്, കഷ്ടപ്പെട്ട് കുത്തിട്ട് കഷ്ടപ്പെട്ട് ചെയ്ത 2023 ഈ ഡോട്ടിട്ട് വരയ്ക്കണേന് നമ്മൾ സ്റ്റിപ്ലിങ് എന്നാട്ട് പറയുക. ഓരോ ആർട്ട് വർക്കിന് അതിൻ്റേതായ പേരുകളൊക്കെ ഉണ്ട്. സ്ക്രിബ്ലിങ് നമ്മൾ കുത്തി വരഞ്ഞ് ചെയ്യുമല്ലോ ഓരോ വർക്ക്, അങ്ങനെ. പിന്നെ അതേപോലെ ഹാച്ചിങ്, ക്രോസ് ഹാച്ചിങ്, ഷെയ്ഡിങ്, ബ്ലെൻഡിങ്, അങ്ങനെ കുറേ ഓരോരോ ഇതുണ്ട്. ഇതൊക്കെ നമുക്ക് ഇതൊക്കെ ഹാച്ചിങ് ആണ് കേട്ടോ. ഹാച്ച് ചെയ്ത് നമ്മളൊരു ക്ലോത്ത് ചെയ്തതാണ്. എന്റെ അമ്പലത്തിൽ പോകുന്ന സ്ത്രീ നല്ല എന്റെ അബീബയാ എന്റെ ഹരി ഇതാക്കുന്നു. വാട്ടർ കളറൊക്കെ പിന്നെ ഞങ്ങൾ സീനിയേഴ്സിൻ്റെ അസസ്മെൻ്റ് താട്ടോ കാണിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് സംഗീതൻ്റെ വർക്കുകളാണ് കേട്ടോ. ഇതൊക്കെ വാട്ടർ കളറാണ് മീഡിയം. അതേപോലെ അവർക്ക് ഞങ്ങളെ മിസ്സല്ലായിരുന്നു ആക്ച്വലി, അവർക്ക് വേറെ ദീപക് സാറായിരുന്നു. സാർ ഇപ്പോൾ ഇവിടെ ഇല്ല, പോയി. അപ്പോൾ വർക്കുകളൊക്കെ നല്ല വെറൈറ്റി, നല്ല കാണാനൊക്കെ നല്ല രസമാണ് കേട്ടോ. എല്ലാവരും ഇവിടെ വന്നാൽ എത്ര ആർട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി, എത്ര അറിയാത്ത ആളാണെങ്കിലും ബേസ് മുതൽ ഇവിടുന്ന് നമുക്ക് ഇമ്പ്രൂവ് ആക്കി നമുക്ക് പഠിപ്പിച്ച് തരും. നമുക്ക് A to Z കാര്യങ്ങൾ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമുക്ക് ഇവിടുന്ന് ചെയ്തു തരും. സ്കൾപ്ചർ, അതേപോലെ നമുക്ക് ആനിമേഷൻ, ഡിജിറ്റൽ പെയിൻറ്റിങ്, അങ്ങനെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നമ്മളെ കോളേജിലുണ്ട്. അഗിനെ സിത്താര വരച്ചു പറഞ്ഞുകൊണ്ട് സിത്താരൻ്റെ ഒരു വർക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ. ഓളെ എക്സ്പ്രഷൻ ഭയങ്കര കോമഡി ആയിനി. അങ്ങനെ എല്ലാവരും പാക്കിങ്ങും കഴിഞ്ഞ് കയറ് കെട്ടി അഡ്ജസ്റ്റ് ചെയ്താണ്ടോ കൊണ്ടുപോകുന്നത്. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ബസ്സിലൊക്കെ പോയപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു രൂപം കണ്ടത്. നമ്മൾ അസസ്മെൻറ്റിൻ്റെ ചാർട്ട് കൊണ്ട് തന്നെ ആദ്യം ഒരു അടിപൊളി ഡ്രസ്സ് ഉണ്ടാക്കി, ക്യാപ്പ്, അതേപോലെ ക്യാൻവാസ് റോളിൻ്റെ ഒരു ഓടക്കോയിലൊക്കെ ആയിട്ട് അടിപൊളി കൃഷ്ണനായിട്ടാട്ടോ വന്നത്. ഇവള് ശരിക്കും ഒരു കോമഡി പീസാണ്. എന്തെങ്കിലും ക്ലാസ്സിൽ വരുള്ളൂ. നമ്മളെ മാവേലിൻ്റെ മാതിരി കൊല്ലത്തിൽ ഒരു ദിവസമൊക്കെ വരുള്ളൂ. അന്നാണെങ്കിൽ നല്ല എൻ്റർടൈനിങ് ആയിക്കറിയാം ഞങ്ങൾക്ക് എല്ലാവർക്കും. ഡാൻസ്, പാട്ട്, അങ്ങനെ അവള് ശരിക്കും ഒരു ചില്ലിങ് വൈബാണ് ഫുൾ ടൈം. എങ്ങനെ ഒന്ന് കുറിച്ച് എനിക്കത് കണ്ട് അത് പഠിച്ചിട്ടുണ്ടോ? ഇങ്ങനെ മുന്നിക്ക് ഇവിടേക്ക് അതന്നെ മേലക്കാക്ക് വാഴ തുറന്നേക്കുന്നോണ്ട് കണ്ണ് ഉരുണ്ടക്ക് കണ്ണ് ഉണ്ടാക്ക്. ഇതാണ് ഞങ്ങളെ സുന്ദരി മിസ് ആർട്ടിസ്റ്റ് ഷബീബ മലപ്പുറം. മൂപ്പരൊരു വലിയ പുള്ളിയാണ്. ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കുട്ടികളെ പോലെ നടക്കാന്നുള്ളൂ. കുറേ മാസികകൾക്ക് അതേപോലെ പത്രത്തിൽ എല്ലാം വരക്കാൻ പോലുണ്ട്. നല്ലൊരു ഫേമസ് ആർട്ടിസ്റ്റ് തന്നെയാണ്. ഞങ്ങളെ മിസ്സിനെ അറിയാത്തതായിട്ട് ആർട്ടിസ്റ്റുകളിൽ കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. അങ്ങനെ മൂപ്പര് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങൾ ഫുൾ ടൈം മിസ്സിൻ്റെ കൂടെ തന്നെ ആയിരിക്കും കേട്ടോ. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോകുമ്പോഴാണ് സ്ഥിരമായിട്ട് പോകുന്ന ബസ്സിൽ CCTV ക്യാമറ ഉള്ള കാര്യം ഞങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു നോർമൽ കോളേജ് ഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.